സർവകലാശാല സെനറ്റ് നിയമനത്തിൽ ഗവർണറെ പിന്തുണച്ച് നിലപാടെടുത്ത കെ സുധാകരനും എം ഹസനുമെതിരെ സംസ്ഥാന മന്ത്രിമാർ രംഗത്ത് വന്നു. KPCC പ്രസിഡന്റിന്റെയും UDF കൺവീനറുടെയും നിലപാട് തിരുത്താൻ UDF തയ്യാറാകണമെന്ന മന്ത്രി PA മുഹമ്മദ് റിയാസ് 24നോട്. വെരി ഗുഡ് മോർണിംഗ് SKN. ഇന്ന് നിർണായകമായ ക്യാബിനറ്റ് യോഗം നടക്കുന്നു. അതിനേക്കാൾ അപ്പുറത്തേക്ക് കലുഷിതമായ സാഹചര്യങ്ങൾ വരുന്നു. ഏറ്റവും ഒടുവിൽ കെ സുധാകരന് പിന്നാലെ MM ഹസൻ കൂടി ഗവർണറുടെ നടപടിയെ ന്യായീകരിക്കുന്നു. ഇത് രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നിക്കും വിധമാണ് ഏകരൂപമായ പ്രതികരണങ്ങൾ വരുന്നത്. ഈ വേളയിൽ ക്യാബിനറ്റിലെ ചടുലമായി രാഷ്ട്രീയം പറയുന്ന മുഹമ്മദ് റിയാസ് മന്ത്രി 24നോടൊപ്പം ചേരുകയാണ്. സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ക്യാബിനറ്റ് നടക്കാൻ പോവുകയാണ്. ഗവർണർക്കെതിരെ സർക്കാർ കൃത്യമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നു. പക്ഷേ പ്രതിപക്ഷം ഗവർണർക്കൊപ്പമാണെന്ന് വീണ്ടും തെളിയിക്കുന്നു. ഇന്നലെ കെ സുധാകരൻ, ഇന്നിപ്പോൾ MM ഹസൻ ഗവർണർ ചെയ്ത നടപടിയെ ന്യായീകരിക്കുന്നു. എങ്ങനെ കാണുന്നു ഇതിനെ? അല്ല, കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്. ദേശീയ പാർട്ടിയായ കോൺഗ്രസ് ഇത്തരം വിഷയങ്ങളിലൊരു നിലപാട് വ്യക്തമാക്കിയതാണ്. BJP ഇതര സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ ഗവർണർ പദവികൾ BJP ദുരുപയോഗപ്പെടുത്തുന്നുവെന്ന് കോൺഗ്രസ് നിരവധി തവണ പറഞ്ഞതാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഇല്ലെങ്കിലും നേരത്തെ തൊട്ട് അധികാലമായിട്ടുള്ള ഭരിച്ച രാജസ്ഥാനായാലും മറ്റിടങ്ങളായാലും അവിടെ ഇത്തരം നീക്കങ്ങൾ അവിടുത്തെ കോൺഗ്രസ് സംസ്ഥാന സർക്കാരുകൾ നടത്തിയതുമാണ്. അപ്പോൾ കോൺഗ്രസ് എടുത്ത നിലപാട് തെറ്റാണ് എന്നാണോ KPCC പ്രസിഡന്റിൻ്റെ UDF കൺവീനറുടെ അഭിപ്രായം? UDF കൺവീനർ പറഞ്ഞ് എനിക്കറിയില്ല, KPCC പ്രസിഡന്റ് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ട്, ഇവിടെ വ്യക്തമാക്കേണ്ട കാര്യം, രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും മതവർഗീയവൽക്കരണം കൊണ്ടുവരാൻ BJP ശ്രമിക്കുന്നുണ്ടോ ഇല്ലയോ കേരളത്തിലെ കോൺഗ്രസ് പ്രസിഡന്റ് പറയണം. രാജ്യത്ത് വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി സർവകലാശാലകളിൽ ആധിപത്യം സൃഷ്ടിക്കാൻ മെറിറ്റ് തഴയപ്പെട്ട് ആളുകളെ BJP തിരികെ കയറ്റുന്നുണ്ടോ ഇല്ലയോ? കയറ്റുന്നുണ്ട് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കയറ്റുന്നുണ്ട് എന്നുള്ള അഭിപ്രായമാണ് എൻ്റെ പ്രസ്ഥാനത്തിനുള്ളത്. കയറ്റുന്നുണ്ട് എന്നുള്ള അഭിപ്രായമാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് പറഞ്ഞത്. അപ്പോൾ അതിന് വിരുദ്ധമായി നിലപാട് KPCC പ്രസിഡന്റ് സ്വീകരിക്കുന്നു. ഇത് ഗൗരവമേറിയ പ്രശ്നമല്ലേ? ഇത് UDFനകത്തുള്ള എല്ലാവരും ഉത്തരം പറയേണ്ട കാര്യമാണ്. ഒരു 30-40% വോട്ട് കേരളത്തിൽ UDFന് കിട്ടാറുണ്ട്. ആ വോട്ട് ചെയ്യുന്നവരിൽ മഹാഭൂരിപക്ഷവും മതരാഷ്ട്രവാദത്തിനെതിരാണ്, മതനിരപേക്ഷവാദികളാണ്. അവരും ഞാനീ പറഞ്ഞ വാദം അംഗീകരിക്കുന്നവരാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവർണർ ബഹുമാനപ്പെട്ട ചാൻസലറുടെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ സാഫ്രണൈസേഷൻ അഥവാ മതവർഗീയവൽക്കരണം കൊണ്ടുവരുന്നു. നമുക്കറിയാം, ഹിന്ദു മതവിശ്വാസികൾ സഹിഷ്ണുതയുടെയും സ്നേഹത്തിൻ്റെയും മറ്റു മതങ്ങളെപ്പോലെ തന്നെ എല്ലാവരെയും യോജിപ്പിക്കണം, ഇൻക്ലൂസീവ് ആശയങ്ങളുടെ വക്താക്കളാണ്, ഒരു സംശയമില്ല. അത് ഏത് മതവിശ്വാസികളായാലും നമുക്കതറിയാം. എന്നാൽ ഇവിടെ കേരളത്തിൻ്റെ ഒരു പൊതുസ്വഭാവം, കേരളത്തിൻ്റെ നമ്മുടെ രാജ്യം എടുത്താലും രാജ്യത്തും അങ്ങനെ ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും മതരാഷ്ട്രവാദം ആഗ്രഹിക്കുന്നവരൊന്നുമല്ല. BJPക്ക് വോട്ട് ചെയ്യുന്ന പേഴ്സൻറ്റേജ് നോക്കി നമുക്കറിയാം. അപ്പോൾ പൊതുവെ എടുത്ത് പരിശോധിച്ചാൽ ഞാൻ അന്ന് പറഞ്ഞത് ശരിവെക്കുകയാണ്. അണ്ടർ കവർ ഏജന്റുമാരെ പോലെ കോൺഗ്രസിൽ നിന്നുകൊണ്ട് BJPയുടെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നു. ഇവിടെ എന്താ പ്രശ്നം? അധികാരക്കൊതിയാണ് ഒരു ഭാഗത്ത്. ഇനി ജീവിതത്തിൽ ഒരിക്കലും കേരളത്തിൽ അധികാരത്തിൽ വരില്ല എന്നുള്ള നിരാശാബോധം കോൺഗ്രസ് നേതാക്കളെ ബാധിച്ചിരിക്കുകയാണ്. അതാണോ സുധാകരൻ ഇങ്ങനെ ഗവർണറെ? ആ നിരാശാബോധം അന്ധമായ ഇടതുപക്ഷ വിരുദ്ധതയിലേക്ക് എത്തിക്കുന്നു. ഒറ്റ പോയിന്റേ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൂ. BJP ആണോ മുഖ്യ ശത്രു? BJP ഉയർത്തുന്ന രാഷ്ട്രീയമാണോ മുഖ്യ ശത്രു? ഇടതുപക്ഷമാണോ മുഖ്യ ശത്രു? ഇതൊരു പ്രധാന പോയിന്റാണ്. ഈ പോയിന്റിനാണ് ഉത്തരം പറയേണ്ടത്. എന്നാൽ KPCC പ്രസിഡന്റ് പറയുന്നു BJP അല്ല മുഖ്യ ശത്രു, BJPയുടെ രാഷ്ട്രീയം വലിയ എതിർക്കപ്പെടേണ്ടതല്ല എന്ന് KPCC പ്രസിഡന്റിന്റെ വാക്കുകളിൽ നിന്ന് വരികയാണ്. മാത്രമല്ല, KPCC പ്രസിഡന്റിനോട് ഇന്നലെ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് സംഘപരിവാറിൽ നല്ല ആൾക്കാരുണ്ട്, അവർ വരുന്നതിനെ എന്തിനും ഞങ്ങൾ എതിർക്കണം എന്നാണ്. അത് നൽകുന്നൊരു സന്ദേശമുണ്ട്. അത് നൽകുന്ന സന്ദേശം സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന അപകടകരമായ രാഷ്ട്രീയത്തെ വെള്ളപൂശുന്നു എന്നുള്ളതാണ്. വ്യക്തികൾ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതല്ല പ്രശ്നം. X എന്ന് പറയുന്ന ഒരു വ്യക്തി നല്ലതാണെങ്കിലും തെറ്റായ ഒരു ആശയം ഉള്ള ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അവിടെ വെള്ളപൂശാനാവുക? ഗുജറാത്തിലെ വംശീയഹത്യ മുതൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കലാപങ്ങളും, ഇപ്പം നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാൻ പോവുകയാണ്. കേരളം പോലെ മറ്റേത് സംസ്ഥാനമുണ്ട് നിർഭയം ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റുന്നത്? മതനിരപേക്ഷമായി മതസഹോദര്യത്തിന് സന്ദേശം നൽകി ക്രിസ്മസ് കേരളത്തിൽ ആഘോഷിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കരോൾ സംഘങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ക്രിസ്മസ് സ്റ്റാർ തൂക്കിയ വീടുകൾ ആക്രമിക്കപ്പെടുന്നു, ക്രിസ്മസ് ആഘോഷിക്കാൻ സധൈര്യം പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ്. ഇങ്ങനെ നടക്കുമ്പോൾ ഇതിന് നേതൃത്വം കൊടുക്കുന്ന സംഘടനയിൽ നല്ലവരുണ്ട്, അല്ലെങ്കിൽ അത് വലിയ തിരക്കേടില്ലാത്തതാണെന്നൊക്കെ ഒരു KPCC പ്രസിഡന്റ് പറയുകയെന്ന് പറഞ്ഞാൽ
എവിടേക്ക് എത്തി ആ പാർട്ടിയിൽ ആരും ഇല്ലേ ചോദ്യം ചെയ്യാൻ? ഇതിനെയൊന്നും ചോദ്യം ചെയ്യാതൊക്കെ മൂളിക്കേൾക്കുകയാണോ? KPCC പ്രസിഡന്റ് കോൺഗ്രസ് വിരുദ്ധ നിലപാട് പറയുന്നു. KPCC പ്രസിഡന്റ് BJPക്ക് അനുകൂലമായ നിലപാട് പറയുന്നു. KPCC പ്രസിഡന്റ് ന്യൂനപക്ഷങ്ങളെ കശാപ്പ് ചെയ്യുന്നവർക്ക് എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്ന പ്രസ്താവനകൾ ഇറക്കുന്നു. ഇതിനെതിരെ പ്രതികരിക്കാൻ കോൺഗ്രസിലും മുസ്ലിം ലീഗിലും ആരും ഇല്ലേ? ഇതാണ് സ്വാഭാവികമായ ചോദ്യം. സർക്കാർ വളരെ ഇത് വേറെ എന്തെങ്കിലും അവർക്കിടയിൽ ആഭ്യന്തര പ്രശ്നം ഉണ്ടാക്കാനൊന്നും ചോദിക്കുകയല്ല. വളരെ ഒരു സാമൂഹിക പ്രവർത്തകൻ എന്നുള്ള ഒരു മതനിരപേക്ഷവാദി എന്നുള്ള നിലയിലുള്ള വളരെ ആത്മാർത്ഥമായ ഒരു ചോദ്യം ചോദിക്കുക. ഇത് ശരിയാണോ? KPCC പ്രസിഡന്റ് BJP രാഷ്ട്രീയത്തെ സഹായിക്കുന്ന പരസ്യ പ്രസ്താവന ഇറക്കുമ്പോൾ അത് തിരുത്തണ്ടേ? അത് തിരുത്താൻ കോൺഗ്രസിൽ ആരും ഇല്ലേ? അത് തിരുത്താൻ UDFൽ മറ്റു പാർട്ടികൾ തയ്യാറാവുന്നില്ലേ? എന്താ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്? രാജ്യം ഇങ്ങനെ ആളി കത്തുമ്പോൾ ലീഗ് വ്യത്യസ്തമായൊരു നിലപാട് പൊതുവെ, പ്രത്യേകിച്ചും ഏറ്റവും ഒടുവിൽ ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഞങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഈ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നതിൽ ഒരു കൂട്ടായ മുന്നേറ്റം വേണമെന്ന് പറയുന്നു. മാത്രമല്ല ഗവർണറുടെ എല്ലാ ചെയ്തികളെയും അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ലീഗിനൊരു ഒരു കീ റോൾ ഇല്ലേ ഇതിൽ, ഒരു ട്രബിൾ ഷൂട്ടറായി? അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് UDFനകത്ത് പരമ്പരാഗതമായി നിന്നിരുന്ന ജനവിഭാഗങ്ങൾ അവർ അസംതൃപ്തരാണ്, അവർ നിരാശരാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം വിഷയങ്ങൾ വരുന്ന ഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നിലപാട് അവർ പറയേണ്ട ഘട്ടത്തിൽ അവർക്ക് പറയാം. അത് വേറെ എന്തെങ്കിലും മുന്നണി മാറ്റമോ മറ്റോ അല്ല. ഒരു തരത്തിലും കോൺഗ്രസും മുസ്ലിം ലീഗും പ്രഖ്യാപിക്കുന്ന ഒരു നേതാവിന് അനുകൂലമായി അല്ലാതെ വിരുദ്ധമായൊരു പ്രസ്താവന KPCC പ്രസിഡന്റ് തുടർച്ചയായി നടത്തുക. ഒരു തവണയല്ല, അത് കോൺഗ്രസിലെ പല നേതാക്കന്മാരും നടത്തുകയാണ്, പ്രതിപക്ഷ നേതാവ് എടുത്തുകയാണ്. അതിനെ തിരുത്താൻ തയ്യാറാകാതെ പിന്നെ അതെ, അതിനെ തിരുത്താൻ തയ്യാറാവുക എന്നുള്ളതാണ് പ്രാഥമികമായും ഒരു മതനിരപേക്ഷവാദി രാജ്യം വർഗീയവൽക്കരണത്തിൻ്റെ ഭാഗമായി ആളിക്കത്തുമ്പോൾ ഉയർത്തേണ്ടത്. അതാണ് അതിലെ പ്രധാന പ്രശ്നം. ആ പ്രശ്നത്തെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. മുഖ്യമന്ത്രി വളരെ കൃത്യമായി കേരളത്തിൻ്റെ നിലപാട് പറഞ്ഞു. ഈ ഗവർണറെ ഇനിയും സഹിക്കാനാകില്ല, കേന്ദ്രത്തിന് കത്തെഴുതാൻ പോവുകയാണെന്ന് പറഞ്ഞു. അതിൻ്റെ നടപടികൾ അല്ല, അത് പൊതുവെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അത് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകേണ്ട വിഷയമാണ്. എന്തൊക്കെ വാക്കുകളാണ് ഒരു ഗവർണർ കസേരയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഉപയോഗിച്ചത്? എന്തൊക്കെ വാക്കുകളാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതാണോ? എന്തൊക്കെ രീതികളാണ് ഇവിടെ അദ്ദേഹം കൊണ്ടുവന്നത്? അത് അംഗീകരിക്കാൻ പറ്റുന്നതാണ്. അദ്ദേഹത്തെ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. ഇത് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കുകയാണ്. BJP ദേശീയ നേതൃത്വത്തെ അല്ലെങ്കിൽ RSS ആഗ്രഹിക്കുന്ന രാഷ്ട്രീയത്തെ കേരളത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ കൊണ്ടിരുത്തിയതുപോലെയാണ് ഇപ്പോഴത്തെ പ്രവർത്തികൾ കാണുന്നത്. അത് വളരെ വ്യക്തവും കൃത്യവുമായി നമുക്കൊക്കെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇവിടെ SFIയുടെയും അതുപോലെ മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെയും വിദ്യാർത്ഥികൾ ഇത്തരം പ്രക്ഷോഭം ഏറ്റെടുത്തതിന് സമൂഹം ആകെ അംഗീകരിക്കുകയാണ്. കാരണം ഇത് ഒരു SFIയുടെയോ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയോ കലാലയത്തിൻ്റെയോ പ്രശ്നമല്ല. നാളെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പോലെ കേരളത്തിലും വർഗീയ കലാപം ഉണ്ടാകാതിരിക്കാൻ, പുതിയ തലമുറ അതിലേക്ക് പെടാതിരിക്കാൻ, സിലബസുകളിൽ ഭാവിയിൽ വർഗീയവൽക്കരണം കൊണ്ടുവരാതിരിക്കാൻ, സർവകലാശാലകളെ മതവർഗീയവാദത്തിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കാൻ ഇപ്പം ശബ്ദിച്ചില്ലെങ്കിൽ എപ്പോൾ ശബ്ദിക്കാൻ പറ്റും? അപ്പോൾ അതിൽ SFIയും മറ്റ് പ്രതികരിച്ച എല്ലാവരും വളരെ നല്ല നിലയിലാണ്. SFIക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണമെന്ന് ആദ്യം പറഞ്ഞത് റിയാസ് ആയിരുന്നു. പിന്നീടുള്ള ദിവസങ്ങൾ അത് സത്യത്തിൽ തെളിയിക്കുന്നതായിരുന്നു. അതെ, പിന്നീട് കേരളീയ സമൂഹം ഓരോരുത്തർ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അത് നമ്മൾ കണ്ടു, സോഷ്യൽ മീഡിയയിൽ കണ്ടു. സോഷ്യൽ മീഡിയയിലൊന്നും ഒരിക്കലും അങ്ങനെ പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറാകാത്ത ആളുകൾ പോലും SFIയെ അഭിവാദ്യം ചെയ്തു. അപ്പോൾ SFIക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് എന്ന് പറയുമ്പോൾ ഒരു പുതിയ തലമുറ വഴി തെറ്റാതെ ശരിയായ പാതയിൽ പോകുന്നു എന്നുള്ളത് അറിയുമ്പോൾ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ ആരും എത്ര കാലം ജീവിക്കുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഒരു പുതിയ തലമുറ ശരിയായ പാതയിൽ പോകുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു സന്തോഷം ഉണ്ടാവും. മനുഷ്യത്വമുള്ളവർക്ക്, മതസാഹോദര്യം ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷം നൽകുന്ന പ്രവൃത്തിയാണ് SFI ചെയ്തത്. എന്ത് നന്നായിട്ട് അവർ പോരാടിയത്. അത് വലിയൊരു ആവേശം. ഒരു SFIയുടെ ഒരു പഴയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ വലിയ ഒരു ആവേശമാണ് ഉണ്ടാക്കുന്നത്. അത് വലിയ നിലയിൽ ഗവർണർ ചാൻസലർ പദവിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം നടത്തുന്ന പ്രവൃത്തിക്കെതിരെ അവർ നടത്തിയ പ്രതികരണങ്ങൾ അത് തീർച്ചയായിട്ടും വലിയ ആവേശമാണ് സൃഷ്ടിക്കുന്നത്. താങ്ക് യു. SFIക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണമെന്ന് ആദ്യം പറഞ്ഞത് മുഹമ്മദ് റിയാസാണ്. ഇപ്പോൾ നാടാകെ SFIക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത്. ക്യാമറാമാൻ രാജ് കിരണിനൊപ്പം കൊല്ലത്തു നിന്നും ദീപക് ധർമ്മടം, 24.